കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ പത്തനാപുരം എന്നും ഒരു വികാരമാണ്. ചലച്ചിത്ര താരവും രാഷ്ട്രീയക്കാരനുമായ കെ.ബി. ഗണേഷ് കുമാറിന്റെ അപ്രമാദിത്യം നിലനിൽക്കുന്ന ഈ മണ്ണിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കേവലം ഒരു വോട്ട് രേഖപ്പെടുത്തലല്ല, മറിച്ചൊരു വലിയ കണക്കുതീർക്കലിന്റെ വേദിയായി മാറുകയാണ്. ദീർഘകാലം ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന ഗണേഷ് കുമാർ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നും പാർട്ടിക്കാരിൽ നിന്നും ഏറ്റവും കടുത്ത ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. ചാണ്ടിയുമ്മന്റെ വികാരധീനമായ പ്രസംഗം പത്തനാപുരത്തിന്റെ മണ്ണിൽ പുതിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ മലയോര മേഖലയോട് ചേർന്ന് നിൽക്കുന്ന പത്തനാപുരം കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ കോട്ടയാണ്. UDFന്റെ ഭാഗമായി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ ഗണേഷ് പിന്നീട് LDFിലേക്ക് ചേക്കേറിയപ്പോഴും മണ്ഡലം അദ്ദേഹത്തെ കൈവിട്ടില്ല. രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിപ്രഭാവം കൊണ്ടും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും നേരിടുന്നതാണ് ഗണേഷിന്റെ രീതി. എന്നാൽ ഇത്തവണ ചരിത്രം മാറിയിരിക്കുന്നു. ജ്യോതികുമാർ ചാമക്കാല എന്ന വാക്ചാതുരിയുള്ള സ്ഥാനാർത്ഥിയും ഉമ്മൻചാണ്ടി എന്ന വികാരത്തെ നെഞ്ചേറ്റുന്ന ചാണ്ടിയുമ്മന്റെ വരവും മണ്ഡലത്തെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. പത്തനാപുരം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് വികസനത്തെയല്ല, മറിച്ച് സോളാർ എന്ന കനലിനെയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വേട്ടയാടലുകളിൽ ഒന്നായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ ആരോപണം. അന്ന് ഉമ്മൻചാണ്ടി ആർക്കു വേണ്ടിയാണോ രാഷ്ട്രീയ തണൽ ഒരുക്കിയത്, ആ ഗണേഷ് കുമാർ തന്നെ അദ്ദേഹത്തെ ചതിച്ചുവെന്നാണ് ചാണ്ടിയുമ്മന്റെ പ്രധാന ആരോപണം. മാങ്കോട് ജംഗ്ഷനിൽ നടന്ന സമ്മേളനത്തിൽ ചാണ്ടിയുമ്മൻ ഉന്നയിച്ച കാര്യങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. സോളാർ കേസിൽ പ്രതിയായ സ്ത്രീ എഴുതിയ 18 പേജുള്ള കത്തിൽ 6 പേജുകൾ കൂടി കൂട്ടിച്ചേർത്ത് 24 പേജാക്കി മാറ്റിയതിന് പിന്നിൽ ഗണേഷ് കുമാർ ആണെന്നാണ് ആരോപണം. ഈ അധികം വന്ന പേജുകളിലാണ് ഉമ്മൻചാണ്ടിക്കെതിരായ പരാമർശങ്ങൾ വന്നത്. ഉമ്മൻചാണ്ടിയുടെ സൽപ്പേരിന് കളങ്കം വരുത്താൻ CPMഉം ഗണേഷ് കുമാറും ചേർന്ന് നടത്തിയ ആസൂത്രിത നീക്കമായിരുന്നു ഇത്. കോയമ്പത്തൂരിലേക്കും തമിഴ്നാട്ടിലേക്കും ഗണേഷ് കുമാർ തന്റെ ആളുകളെ അയച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവ് ശേഖരിക്കാൻ ശ്രമിച്ചുവെന്ന വെളിപ്പെടുത്തൽ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയാവുകയാണ്. രാഷ്ട്രീയത്തിനപ്പുറം വൈകാരികമായ ഒരു തലം കൂടി ഈ പോരാട്ടത്തിലുണ്ട്. ഗണേഷ് കുമാറിന്റെ പിതാവ് R. ബാലകൃഷ്ണ പിള്ളയും ഉമ്മൻചാണ്ടിയും തമ്മിലുണ്ടായിരുന്ന ആത്മബന്ധം വളരെ വലുതാണ്. ഗണേഷിന്റെ അമ്മയെ ആന്റി എന്ന് വിളിക്കുന്ന അത്രയും അടുത്ത ബന്ധമാണ് തന്റെ കുടുംബത്തിന് ഉണ്ടായിരുന്നതെന്നും ചാണ്ടി ഉമ്മൻ ഓർമ്മിപ്പിക്കുന്നു. തന്റെ അപ്പൻ ഗണേഷിനെ ഒരു മകനെ പോലെ സ്നേഹിച്ചു, എന്നാൽ തിരിച്ചു ലഭിച്ചത് നീചമായ പ്രവർത്തികളാണെന്ന ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ പത്തനാപുരത്തെ സാധാരണക്കാരായ വോട്ടർമാരുടെ ഉള്ളിൽ തറയ്ക്കുന്നതാണ്. ഈ വിശ്വാസവഞ്ചന എന്ന കാർഡാണ് കോൺഗ്രസ് ഇത്തവണ ഏറ്റവും ശക്തമായി ഉപയോഗിക്കുന്നത്. വഞ്ചിക്കപ്പെട്ട ഒരു നേതാവിന്റെ മകൻ നീതി തേടി ജനങ്ങൾക്കിടയിലേക്ക് വരുമ്പോൾ അത് വോട്ടായി മാറുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. ഗണേഷ് കുമാറിനെ പോലെയുള്ള ഒരു അധികായനെ നേരിടാൻ ചാനൽ ചർച്ചകളിലും പൊതുവേദികളിലും ആക്രമണപരമായി സംസാരിക്കുന്ന ജ്യോതികുമാർ ചാമക്കലയെ തന്നെ കോൺഗ്രസ് നിശ്ചയിച്ചത് കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. ഗണേഷ് കുമാറിന്റെ പ്രസംഗ ശൈലിയെ അതേ രീതിയിൽ നേരിടാൻ ചാമക്കാലയ്ക്ക് സാധിക്കും. സോളാർ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട രേഖകളും തെളിവുകളും ജനമധ്യത്തിൽ അവതരിപ്പിക്കാൻ ചാമക്കാല മുൻപന്തിയിലുണ്ട്. മണ്ഡലത്തിൽ യുവാക്കൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ പുതിയൊരു സ്ഥാനാർത്ഥിക്ക് കഴിയുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. പത്തനാപുരത്തെ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാന ഘടകം കൊട്ടാരക്കര കോടതിയിൽ നിലനിൽക്കുന്ന കേസാണ്. സോളാർ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് കൂട്ടിച്ചേർക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന പരാതിയിൽ ഗണേഷ് കുമാർ പ്രതിസ്ഥാനത്താണ്. ഈ കേസിന്റെ പുരോഗതി തിരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസ് പ്രധാന ആയുധമാകും. കോടതിയിൽ നിന്ന് ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ പരാമർശങ്ങൾ ഉണ്ടായാൽ അത് ഗണേഷ് കുമാറിന് വലിയ തിരിച്ചടിയാകും. ആരോപണങ്ങളുടെ കുന്തമുനകൾ തനിക്ക് നേരെ തിരിയുമ്പോഴും ഗണേഷ് കുമാർ അചഞ്ചലനായി തുടരുകയാണ്. തന്റെ വികസന പ്രവർത്തനങ്ങളാണ് തന്റെ കരുത്തെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. പത്തനാപുരത്തെ റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, കുടിവെള്ള പദ്ധതികൾ എന്നിവ ഗണേഷിന്റെ പോസിറ്റീവ് പോയിന്റുകളാണ്. വ്യക്തിപരമായി മണ്ഡലത്തിലെ ഏത് വീട്ടിലും കയറി ചെല്ലാൻ കഴിയുന്ന തരത്തിലുള്ള ബന്ധം അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നു. ഗണേഷ് കുമാർ എന്ന നടനോടുള്ള താല്പര്യവും വോട്ടായി മാറാറുണ്ട്. എങ്കിലും സോളാർ ആരോപണം നേരിടുന്ന ആക്രമണമായതിനാൽ അതിന് മറുപടി പറയാൻ അദ്ദേഹം നിർബന്ധിതനാകും. LDF സംവിധാനത്തിന്റെ പൂർണ്ണ പിന്തുണയും ഭരണവിരുദ്ധ വികാരം മറികടക്കാനുള്ള തന്ത്രങ്ങളും ഗണേഷ് കുമാർ പുറത്തെടുക്കും. ഈ തിരഞ്ഞെടുപ്പ് പത്തനാപുരത്തെ സംബന്ധിച്ചൊരു റഫറണ്ടമാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെയും ക്രൈസ്തവ സഭകളുടെയും നിലപാടുകൾ ഇവിടെ നിർണായകമാകും. ചാണ്ടിയുമ്മന്റെ വികാരനിർഭരമായ വാക്കുകൾ പത്തനാപുരത്തെ രാഷ്ട്രീയത്തെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സോളാർ കേസിലെ ഗൂഢാലോചനയും ഉമ്മൻചാണ്ടിയുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു രാഷ്ട്രീയ വേദിയായി കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിനെ മാറ്റിയിരിക്കുന്നു. നീതി ലഭിക്കണമെന്ന ചാണ്ടിയുമ്മന്റെ ആവശ്യം പത്തനാപുരത്തെ വോട്ടർമാർ എങ്ങനെ സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മണ്ഡലത്തിന്റെ ഭാവി. ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി ചാണ്ടിയുമ്മൻ കളം നിറയുമ്പോൾ ഗണേഷ് കുമാർ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഹൈ പ്രൊഫൈൽ പോരാട്ടമായി പത്തനാപുരം മാറിക്കഴിഞ്ഞു. വികസനവും വികാരവും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ആര് വീഴുമെന്നും ആര് വാഴുമെന്നും അറിയാൻ ഇനി കുറച്ച് മാസങ്ങൾ കൂടി കാത്തിരിക്കണം.